നിങ്ങൾ നിങ്ങളുടെ മുടിനെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ട് കറുപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. നോർമലി നമ്മൾ ആയുർവേദത്തിനുള്ളിൽ ഈ മുടിയുടെ നിരയെ നമ്മൾ പാലിത്യം എന്നാണ് പറയുക. പാലിത്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പിത്തദോഷം നന്നായിട്ട് കൂടുന്ന സമയത്ത് അത് നമ്മുടെ രക്തദോഷത്തിനെ ദൂഷിതമാക്കുന്ന ഒരു കണ്ടീഷൻ കൂടിയാണ്. ഇതിലൂടെയാണ് ഈ മുടിക്ക് നര, അതുപോലെ തന്നെ ചർമ്മ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനിവിടെ നിങ്ങൾക്കൊരു ഡൈ ആണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡൈ എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ മുടിക്ക് ഒരു കറുപ്പ് നൽകുക എന്നതിനേക്കാൾ കൂടുതൽ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷണർ പോലെ അല്ലെങ്കിൽ മുടിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി വെക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സ് പറയുന്നുണ്ട്. ഈ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, കുറച്ച് ക്ഷമയോടുകൂടി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, പല ആളുകളും പറയുന്നത് കേൾക്കാം, ഈ ഹെന്ന യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ ഒക്കെ യൂസ് ചെയ്തിട്ടും തലയിൽ ഈ മുടി കറുപ്പ് വരുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. തീർച്ചയായിട്ടും നല്ലൊരു കളർ എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് 2 സ്റ്റെപ്പ് പ്രോസസ്സ് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. അപ്പൊ ഈ ഒരു ഹെയർ ഡേക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഹെന്ന പൗഡർ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻഡിഗോ പൗഡർ, നമ്മുടെ നീലയമരിയുടെ പൊടി. പല ആളുകൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു കോമ്പിനേഷനിലല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 2 സ്റ്റെപ്പ് പ്രോസസ്സിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ കുറച്ച് ക്ഷമ വെച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മൾക്ക് ഈ ഒരു കാര്യം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൗണിഷ്, അതുപോലെ തന്നെ ഒരു ബ്ലാക്കിഷ് കളർ നമ്മുടെ ഹെയറിൽ കിട്ടാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഒത്തന്റിക് ആയിട്ടുള്ള നീലയമരിയുടെയും അതുപോലെ തന്നെ ഹെന്ന പൗഡറും ഉപയോഗിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പല ആളുകളുണ്ടല്ലോ കെമിക്കൽ ആയിട്ടുള്ള ഹെയർ ഡൈ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈയിൽ അമോണിയ, അതുപോലെ തന്നെ PPD പോലുള്ള ധാരാളം ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മുടി കൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ, മുടി നന്നായിട്ട് ഡ്രൈ ആക്കാൻ, മുടി നന്നായിട്ട് ഡാമേജ് ആകുക, സ്കാൽപ്പിൽ ഇറിറ്റേഷൻ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് ആദ്യം തലയിൽ ഒരു നരയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേ നിങ്ങൾ ഇത്തരത്തിലുള്ള കെമിക്കൽ ഡൈ യൂസ് ചെയ്തു. പക്ഷെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നര കുറച്ചും കൂടി ഒന്ന് കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കെമിക്കൽ ഹെയർ ഡൈയില് നമ്മുടെ മുടിയിലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ, അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിലുള്ള കെമിക്കൽസ്. അപ്പോ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിക്ക് ഡാമേജ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ പോലെയുള്ള കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യുന്നത് രാത്രി മുഴുവൻ നമ്മുടെ ഹെന്ന പൗഡർ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് എത്രത്തോളം ഹെന്ന പൗഡർ എടുക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ചുള്ള ഹെന്ന പൗഡർ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. മാക്സിമം നോക്കുകയാണെങ്കിൽ ഒരു 4 മുതൽ 5 ടീസ്പൂൺ വരെ ഹെന്ന പൗഡർ എടുക്കുക. എഗെയിൻ ഞാൻ പറയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെന്ന പൗഡർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പൊ നിങ്ങളൊരു 4-5 ടീസ്പൂൺ ഹെന്ന പൗഡർ എടുക്കുക. അതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം, ഇപ്പൊ ചില ആൾക്കാർ തേയില ഉണ്ടല്ലോ, ചായയുടെ പൊടി നന്നായിട്ട് മറ്റേ തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം യൂസ് ചെയ്യുന്നവരുണ്ട്. തണുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഇളം ചൂടുവെള്ളത്തിൽ ഈ ഹെന്ന പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓവർനൈറ്റ് നന്നായിട്ട് അടച്ചു വെക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിന്റെ പാത്രം എന്നുണ്ടെങ്കിൽ ഇരുമ്പിന്റെ പാത്രം യൂസ് ചെയ്യാൻ കുറച്ചും കൂടി കളർ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിന്റെ പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസിന്റെ പാത്രമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇരുമ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എയർ കടക്കാത്ത രീതിയിൽ അടച്ചു വെക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില സമയത്ത് നമ്മുടെ ഈ ഹെന്ന പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി കുറച്ചൊന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുടി ഓൾറെഡി ഡ്രൈ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ എണ്ണ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണ 1 ടീസ്പൂൺ നിങ്ങൾ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ തേക്കുന്നതിന് മുന്നേയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഓൾറെഡി നിങ്ങളുടെ മുടി നന്നായിട്ട് ഒരു ഓയിലി ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട, അതായത് ഓയിൽ ഇതിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കുറച്ചും കൂടി ഇത് ഓയിലി ആവാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഈ ഹെന്ന അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഷാമ്പു യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡ്രൈ ഹെയർ ആണെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ യൂസ് ചെയ്യുക.
ഓയിലി ഹെയർ ആണെങ്കിൽ എണ്ണ ഒഴിവാക്കാനായിട്ട് കൂടി നോക്കുക. വെറുതെ നിങ്ങൾ ഹെന്ന പൗഡർ അപ്ലൈ ചെയ്താലും എന്നിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് ഫുള്ളായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് പുരട്ടാനൊക്കെ ആയിട്ട് നോക്കുക. പുരട്ടിയതിന് ശേഷം നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഹെയർ ക്യാപ്പ് ഇല്ലേ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഹെയർ ക്യാപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ വീട്ടിൽ കിട്ടുന്ന പോളിത്തീന്റെ കവറൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഹെയർ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. ഇത് മിസ് ചെയ്യരുത് കേട്ടോ നിങ്ങള്. കാരണം ഈ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിലൂടെ മുടി ഒന്ന് ഡ്രൈ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ കവർ ചെയ്ത് വെക്കുമ്പോൾ ഇത് ഇത്രയും ഡ്രൈ ആക്കില്ല. എത്ര സമയം വെക്കണം നോക്കുകയാണെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ വരെ ഏകദേശം നിങ്ങൾ വെക്കാനായിട്ട് നോക്കുക. ഇപ്പൊ തലയിൽ നന്നായിട്ട് തണുപ്പിറങ്ങുന്നു, നീരിറക്കം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും വെക്കാനായിട്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് കഴുകി കളയാതിരിക്കാനായിട്ടും കൂടി നോക്കുക. കാരണം നമ്മുടെ ഈ ഹെന്ന എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ദാഹശമന പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. തലയിൽ എന്തെങ്കിലും ഒരു എരിച്ചിൽ പോലെ, പുകച്ചിൽ പോലെ, ഇറിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു റെമഡി കൂടിയാണ് ഈ മെഹന്തി അപ്ലൈ ചെയ്യുന്നത്. ഒരു കൂളിംഗ് പ്രോപ്പർട്ടി നമ്മുടെ തലയ്ക്ക് കൊടുക്കും. അപ്പൊ നീരിറങ്ങുന്നവരാണെങ്കിൽ 2-3 മണിക്കൂറൊന്നും വെക്കേണ്ട, ഏകദേശം 1 മണിക്കൂറെങ്കിലും മാക്സിമം നിങ്ങൾ വെച്ചിട്ട് കഴുകി കളയാനായിട്ട് കൂടി നോക്കുക. കഴുകി കളയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യരുത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യേണ്ടത്, അതായത് നീലയമരിയുടെ പൊടി. ഇതും ഞാൻ പറയാണ്, നാച്ചുറൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒത്തന്റിക് ആയിട്ടുള്ള നീലയമരിയുടെ പൊടി കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മുടിക്ക് കളർ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഹെന്ന യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഹെന്ന യൂസ് ചെയ്തിട്ട് ഒരു 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര അളവിൽ നമ്മൾ മെഹന്തിയുടെ പൗഡർ എടുത്തോ, അതായത് 4 ടീസ്പൂൺ നിങ്ങൾ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ടീസ്പൂൺ നിങ്ങൾ ഇൻഡിഗോ പൗഡറും കൂടി യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിലേക്ക് നിങ്ങൾ കുറച്ചൊരു ഇളം ചൂടോളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊരു കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ അങ്ങനെ വെക്കാനായിട്ട് നോക്കുക. ശേഷം നമ്മുടെ തലയോട്ടിയിലും നമ്മുടെ മുടിയിലും എല്ലാ ഭാഗത്തേക്കും കൈകൊണ്ട് അപ്ലൈ ചെയ്യരുത്, ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും. നമ്മുടെ ഫുൾ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്തതിന് ശേഷം എഗെയിൻ ഞാൻ പറയാണ്, എന്തെങ്കിലും ഒരു ഷവർ ക്യാപ്പ് അല്ലെങ്കിൽ ഒരു പോളിത്തീൻ കവർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആക്കും. ഇതൊരു 2 മുതൽ 3 മണിക്കൂർ വെച്ചതിന് ശേഷം നോർമൽ ആയിട്ടുള്ള കുറച്ച് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക. എഗെയിൻ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നാച്ചുറൽ ആയിട്ടൊരു കളർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര ദിവസം കഴിഞ്ഞിട്ട് എണ്ണ അപ്ലൈ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മുതൽ 3 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്യാം. എണ്ണ നിങ്ങൾക്ക് കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം എണ്ണ അപ്ലൈ ചെയ്യുക. കാരണം കൂടുതൽ നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഷാംപൂ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വളരെ കുറച്ച് മാത്രം നിങ്ങൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കൊണ്ട് കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഹാർഷ് ആയിട്ടുള്ള ഷാംപൂ കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാതിരിക്കാനായിട്ടും കൂടി നമ്മൾ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇത് എത്ര ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഇത് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മുടിയിലത്തെ നിരയെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ തലയിൽ ധാരാളം നിര കൂടുതലായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിൽ നിങ്ങൾ ആദ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പതുക്കെ പതുക്കെ നാച്ചുറൽ ആയിട്ടൊരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ടച്ചപ്പിനായിട്ട് മാസത്തിൽ 1 വട്ടം 2 വട്ടമായിട്ട് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും കൂടി നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരില്ല. മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോർമൽ ആയിട്ട് ഇൻഡിഗോ പൗഡറും അതുപോലെ തന്നെ ഹെന്ന പൗഡർ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് രൂപേണ അറിയിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. സോ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.